ഹായ് ബഡീസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് മേഘാലയ ഡേ 5 ആണ്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മേഘാലയയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബാംബു ട്രക്കിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഷിലോങ്ങിൽ നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ ഉണ്ട്, അതായത് ഏകദേശം 2 മണിക്കൂർ എടുക്കും. അതുപോലെ തന്നെ സെയിം ഡിസ്റ്റൻസിനാണ് ഏകദേശം ചിറാപ്പുഞ്ചിന്ന്. ഈ ട്രക്കിംഗ് വളരെ മനോഹരമാട്ടോ. ഈ കാണുന്ന ബാംബു പാലത്തിലൂടെയൊക്കെ നമുക്ക് പോകണം. അപ്പോൾ ഇപ്പോഴെല്ലാം മെയിൻ ബാംബു ബ്രിഡ്ജ് വരുന്നത് കുറച്ചും കൂടെ കടന്നിട്ടാണ് ബാംബു ബ്രിഡ്ജും ബാംബു പാത്തൊക്കെ വരുന്നത്. ഈ ഒരു ബാംബു ട്രക്കിംഗ് ചെയ്യാൻ പറ്റിയൊരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഡിസംബർ അല്ലെങ്കിൽ ജാനുവരി മാസമായിരിക്കും. കാരണം ആ മാസം നല്ല തണുപ്പുണ്ടാവും, അധികം വെയിലും കാണില്ല. ഞാൻ വന്നത് ഏകദേശം നവംബർ ആദ്യമാണ് വന്നത്. സ്റ്റിൽ അപ്പോഴും നല്ല വെയിലുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഒരു ക്യാപ്പ് പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ക്യാപ്പ് എടുത്തിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നേനെ. കാരണം നമ്മൾ ട്രക്ക് ചെയ്ത് മടുക്കുന്നതൊക്കെ കൂടാതെ ഈ വെയിൽ കൊണ്ട് നമ്മൾ തളരുകയാണ് ചെയ്യുന്നത്. മഴക്കാലത്തൊക്കെ ഇതിലൂടെ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ള പരിപാടി കേട്ടോ. കാരണം ഫുള്ള് തെന്നി നനഞ്ഞ് കിടക്കുമായിരിക്കും. എന്തെങ്കിലും കാരണവശാൽ സ്ലിപ്പായി കഴിഞ്ഞാൽ തീർന്നു. നമ്മൾ ചിലപ്പോൾ ആ ഇടവക്കൂടെ ചിലപ്പോൾ പുറത്തേക്കൊക്കെ ചാടിപ്പോവാം. അങ്ങനെ എല്ലാം ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ പയ്യെ നീക്കൊണ്ടിരിക്കുക കേട്ടോ. പോകുന്ന വഴിയൊക്കെ വളരെ മനോഹരമാട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. തൊട്ടടുത്തൊരു പുഴയും ഒഴുകുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് അവിടെ ഇറങ്ങാനും നമുക്ക് പറ്റും. ഈ കാണുന്ന ഈ സ്റ്റെപ്പ് ഉണ്ടോ, ഇത് കയറിയപ്പോഴത്തേനും ഞാൻ ശരിക്കും മടുത്തു. കാരണം കുത്തിനെ ഒരു കയറ്റാതെ ഇപ്പോൾ കണ്ടേ. പിന്നെ എല്ലായിടത്തും തന്നെ ഇങ്ങനത്തെ ചെറിയ ഷോപ്പുണ്ട്. നമുക്ക് വെള്ളമോ പൈനാപ്പിളോ മാഗിയൊക്കെ ഇവിടെ അവൈലബിൾ ആട്ടോ. ഈ ഒരു ട്രക്കിങ് എത്രത്തോളം റിസ്ക് ഉണ്ടെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഈ കണ്ടോ, ഇതിൻ്റെ താഴെയെന്ന് പറഞ്ഞാൽ ചെറിയ കമ്പോ അല്ലെങ്കിൽ തൂണൊക്കെ വെച്ചാണ് ഉണ്ടാക്കിയേക്കണേ. ഇതിൻ്റെ മേളിക്കട വേണം നമുക്ക് നടന്നു കയറി പോകാൻ. പക്ഷേ ഈ മുള നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല സ്ട്രെങ്ത്തുള്ള മുളയാട്ടോ. ഒന്ന് ചാടിയാൽ പോലും അങ്ങനെ ഒടിഞ്ഞു പോകുന്നില്ല. ഇവിടെ ഒരുപാട് ബാംബു ചെടികളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഇത്ര അധികമായിട്ട് ബാംബു കൊണ്ട് ഇങ്ങനെ പാത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയത്. ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബാംബു തൂക്കുപാലത്തിൻ്റെ മുകളിൽക്കിട കേട്ടോ. നമ്മൾ സാധാ ഇരുമ്പിൻ്റെ തൂക്കുപാലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് ബാംബു കൊണ്ട് ഉണ്ടാക്കുന്ന തൂക്കുപാല കേട്ടോ. സംഭവം നല്ല സ്ട്രോങ് ആട്ടോ, കാണുന്ന പോലെയല്ല. ഇനി നമുക്ക് ഈ കല്ലിൻ്റെ ഇടുങ്ങിയ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കിടന്ന് അപ്പുറത്തെത്തണം കേട്ടോ. അത് ചെറിയൊരു ടാസ്ക് ആട്ടോ. ഈ ട്രക്കിങ്ങും അല്ലെങ്കിൽ അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഈ ഒരു ബാംബു ട്രക്കിങ് ഉറപ്പായിട്ട് ഇഷ്ടമാവും കേട്ടോ. നമ്മൾ ഈ ഒരു തുളയുടെ ഉള്ളിക്കിടയുടെ പുറത്തിറങ്ങി വന്നേ അങ്ങറ്റത്ത് കാണുന്ന മല വരെ നമുക്ക് ചെല്ലണം. ഞാനിവിടെ വന്നപ്പോൾ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു കേട്ടോ, എത്ര ദിവസം കൊണ്ടായിരിക്കും ഇതൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് കെട്ടി ഇങ്ങനെ ഒരുക്കി ആ കുന്നിൻ്റെ മുകളിൽ വരെ എത്തിച്ചേക്കണേ അല്ലേ. പിന്നെ അതിനുള്ളതുണ്ട് കേട്ടോ. എന്തായാലും വെർത്തായിട്ടുള്ള ഒരു ട്രക്കിംഗ് ആണിത്. ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ, നമുക്ക് കുറച്ച് ഏജൊക്കെ ആവണൊക്കെ മുമ്പ് ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. കാരണം കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഈ കുത്തിനൊക്കെ ഏറ്റവും കഴിഞ്ഞൊരു കുറച്ച് പ്രായമൊക്കെ ആകുമ്പോൾ എനിക്ക് കയറാൻ പറ്റുമെന്ന് വെച്ചാൽ ഡൗട്ടാണ്. നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ എല്ലാം എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ ഫൈനലി നമ്മൾ ഈ ബാംബു ട്രക്കിങ്ങിൻ്റെ എൻഡിലെത്തിക്കോട്ടോ. അപ്പം താഴെയൊക്കെ ഒരു പുഴയൊക്കെ ഒഴുകി പോകുന്നുണ്ട്, കാണാം വളരെ മനോഹരമാണ്. ആകെ ഉണ്ടായൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ മടുപ്പും ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം എൻഡായി. അപ്പോൾ ഇനി ഞാൻ നെക്സ്റ്റ് ഇറക്കുന്ന വീഡിയോ ആയിരിക്കും ഈ മേഘാലയ സീരീസിലെ അവസാനത്തെ വീഡിയോ. ആ ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 മുതലാണ് ശരിക്കും പറഞ്ഞാൽ. നിങ്ങളെയൊക്കെ കോരി തെറിപ്പിച്ച് കളയും. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റേ ട്യൂൺഡ്. ആ വീഡിയോ ഞാൻ വീണ്ടും വരാം. ബൈ.